ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നുണ്ടല്ലോ, ഒന്നൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. മിക്സഡ് ഫ്രൈഡ് റൈസ്. അപ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. വെള്ളത്തിലേക്ക് ഞാൻ 10 മിനിറ്റ് പിന്നെ വെള്ളത്തിലിട്ടിട്ട് ഊറ്റി വെച്ചിരുന്ന അരിയാണ് പടപ്പത്തേക്ക് ഇട്ടത്. അപ്പോൾ അത് ഒന്ന് വേവട്ടെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടി കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ്, ബീൻസും കൂടി ഇടുകയാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പിന്നീട് അരിയുടെ കൂടെ കിടന്ന് ഇതും കൂടെ ഒന്ന് പതുക്കെ വേവട്ടെ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് എടുത്ത് അപ്പോൾ അപ്പുറത്തടുപ്പിൽ ഇറച്ചി വീഴുന്നുണ്ട്. രാവിലെ പുട്ടിനുള്ളതാണത്. ചോറ് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അത് വാർക്കാൻ പോകണം വെച്ചാൽ ഒരു 90% വെന്താൽ മതി. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഞാനത് മാറ്റി വെക്കാൻ പോകണേ. ഇനി ചില്ലി ചിക്കൻ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരച്ചത് അതിട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ ചില്ലി ചിക്കൻ അല്ലേ, കുറച്ച് കളർ ഇടുന്നോട്ടെ. ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാവേ. ഒരു അരമണിക്കൂർ വെച്ചേക്കണം. ഇതൊക്കെ അടച്ചു നോക്കട്ടെ. ഉപ്പിട്ടിട്ടുണ്ട് ഇതിനകത്ത്. ഇതെല്ലാം കൊണ്ട് നല്ല വൃത്തിയായിട്ട് കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ വെക്കാം. ഇതെല്ലാം ഇതിനകത്ത് പിടിക്കട്ടെ. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഈ സാധനങ്ങളെല്ലാം കൂടെ അരച്ച് നമ്മൾ പുരട്ടിയിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോൺഫ്ലവർ ഇട്ടു, പിന്നെ റെഡ് കളർ ഇട്ട്, ഉപ്പിട്ട്, ഇത്ര സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളൊന്ന് ഒരു അരമണിക്കൂർ കഷ്ണത്തിൽ സംഭവങ്ങൾ പിടിക്കാൻ വേണ്ടി വെക്കുകയാണ്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം, സവോള, പച്ചമുളക്, മല്ലിയില വെച്ചാൽ മറ്റേ ഇല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് പകരം മല്ലിയില ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇനി ഉണ്ടാക്കാൻ നേരത്ത് നമുക്ക് കാണാം കേട്ടോ. ചൈനീസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കരുത്. പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് സ്മെല്ലുള്ളതാണ്, അതുകൊണ്ട് അത് നമുക്ക് പിടിക്കില്ല. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. അത് പൊളിച്ച് കഴിഞ്ഞ് പിന്നെ നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കുക. നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ്. നല്ല രീതിയിലൊന്ന് ഇതായിട്ട് വരട്ടെ. നമ്മൾ മിക്സഡ് ഫ്രൈഡ് റൈസ് ആണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ബീഫും ചിക്കനുമാണ് കുരുമുളകൊക്കെ കഴിച്ചത്. അത് എണ്ണയ്ക്കകത്തേക്കിട്ട് അത് നന്നായിട്ട് വറുക്കട്ടെ. അത് നല്ലോണം വറവലാവട്ടെ. നമ്മൾ ഫ്രൈഡ് റൈസിന് പിന്നെ ബീഫും ചിക്കനും ഇട്ടിട്ടുണ്ട്. ചെമ്മീൻ വേവിച്ച് ചെമ്മീനാണ്. അതിനകത്ത് കുറച്ച് കുരുമുളക് കഴിച്ചിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ. ഇത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആയതുകൊണ്ടാണ് ഇതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക. അതും കൂടെ ഒരു പതിയെ മൂടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഫ്രൈഡ് റൈസ് ഇതിനകത്തേക്ക് ഉടനിടണം. തീ എപ്പോഴും നല്ല കൂട്ടി തന്നെ വെക്കണം കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ പോലത്തെ ഇതല്ലല്ലോ ചൈനീസ്. ഇതെപ്പോഴും തീ നല്ല ഫ്ലെയിമിൽ തന്നെ തീ വേണം. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സോയാ സോസ്, കുറച്ച് ടൊമാറ്റോ സോസ്, കൂടെ ഒഴിച്ചെടുത്ത് നല്ല രീതിയിൽ മറയ്ക്കണം.
ചോറ് പൊടിഞ്ഞു പോകാതെ നല്ല രീതിയിലൊന്ന് മറച്ചെടുക്കണം. ചോറ് പൊടിഞ്ഞു പോയാൽ സംഭവം പരിപാടി അവസാനിക്കും. ഞാൻ ക്യാരറ്റൊക്കെ ആ ചോറിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഇതിൻ്റെ അത്ര കളറെല്ലാം അതിനെ യോജിച്ച് ചേരണം. ചോറിൻ്റെ കളർ ശരിക്കും പറഞ്ഞാൽ വൈറ്റായിട്ട് കിടക്കരുത്, എല്ലാം കൂടി ഇളക്കുമ്പോഴുള്ള കളറ്. ഞാൻ ഉപ്പ് നോക്കട്ടെ കേട്ടോ, ഞാൻ ഉപ്പുണ്ടോ നോക്കട്ടെ. ഇച്ചിരി പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം. ഒരു നുള്ളു പഞ്ചസാര. അതിൻ്റെ പഞ്ചസാരയും കൂടിയിട്ട് എല്ലാം അടച്ച് കൂട്ടിയിട്ടൊക്കെ രീതിയിൽ ഇളക്കി അങ്ങനെ നമ്മുടെ മിക്സഡ് ഫ്രൈഡ് റൈസ് റെഡി. ഇനി അടുത്തത് നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ചട്ടി അടപ്പത്ത് വെച്ച് ഇതിനകത്തും റിഫൈൻഡ് ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി. നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചില്ലി ചിക്കനുള്ള രണ്ട് സെറ്റായിട്ട് വറുത്ത് പോരാ. ഇതിനകത്ത് എണ്ണ നന്നായിട്ട് ഒഴിക്കണം. തീ നല്ല കൂട്ടിയിടുക. നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാം. കോരി എടുത്തിട്ട് അടുത്തിട്ട് കൊടുക്കാം. ഇതൊക്കെ തീരുന്നു. എൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയില്ലാത്തതാണെന്ന് വിചാരിക്കില്ല കേട്ടോ. പാത്രങ്ങളെ നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുന്നതാണ്. അധികം പാത്രങ്ങളൊന്നും ഇല്ല, അതാണ് പ്രശ്നം. ഇല്ലാഞ്ഞിട്ടല്ല, എടുക്കാൻ മടിയായിട്ടാണ്. അതുകൊണ്ട് കഴിയുന്നതും ഓരോന്നോരോന്ന് കഴുകി എടുക്കും. അതാണ് പ്രശ്നം. ഇനി അത് മുരിയട്ടെ കേട്ടോ. ഇത് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കിതും കോരിയെടുക്കാം. പിന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് അടിക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് ഇടാൻ പോകണം എന്താണെന്നറിയാമോ? ക്യാപ്സിക്കോ പച്ചമുളകും വെളുത്തുള്ളിയിലെ ഞാൻ ഇതിനകത്ത് അരിഞ്ഞ് അരച്ച് ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതുകൊണ്ട് അതൊന്നും ഞാൻ ഇടുന്നുണ്ട് ഇതിനകത്തേക്ക്. അതിൻ്റെ ചോയായിപ്പോവും. അപ്പോൾ ക്യാപ്സിക്കം ഇതേപോലെ സ്ക്വയറോ ട്യൂബോ ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാം. അധികം മൊഴിയുണ്ടാകട്ടെ. അത് ഇതിങ്ങനെ നായി വന്നാൽ മതി. അറിയില്ല ഇപ്പം വരുന്നു. ഈ സവാളയും കൂടി ഇട്ടതിനകത്തേക്ക് സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി അതൊരു ഇങ്ങനെ തിളങ്ങുന്ന പോലെ വരില്ലേ. ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഒന്നായിക്കോട്ടെ. ഞാൻ ആ ചിക്കനകത്തേക്കില്ലേ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇത്ര സാധനങ്ങൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ച് അതിൽ പരട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടാത്തത്. ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അരച്ച് പരട്ടാറില്ല ആരും. ഇതിനകത്തേക്കാണ് നമ്മൾ ഈ വേവിക്കുന്നതിനകത്തേക്ക് നമ്മൾ സാധാരണ അരച്ച് ഇത് ഇടുന്നത്, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പം ഞാനെന്തായാലും അത് ഇടുന്നില്ല. അധികമായി പോവും. അധികം ഒത്തിരി ഇത് വന്നു പോകില്ല. ഇത് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം റെഡ് ചില്ലിയാണ് ഒഴിക്കുന്നത്. റെഡ് ചില്ലി കുറച്ച് മതി. റെഡ് ചില്ലി, പിന്നെ ഡാർക്ക് സോയ. ഉപ്പ് എങ്ങനെയാണോ നോക്കണം. നല്ല ഉപ്പുണ്ട്. ഇത് രണ്ടും ഒഴിച്ചിട്ടുണ്ട്. രണ്ടും ഒഴിച്ച് അതൊന്ന് നന്നായിട്ട് തിളക്കണം.
നമുക്കിനകത്ത് പച്ചവെള്ളം ഇട്ട് കൊടുക്കുന്നു. കുറച്ച് വെള്ളം, കുറച്ചൊരു വെള്ളം ഒഴിച്ചാൽ മതി. ഈ വെള്ളം ഒഴിച്ച് വെള്ളം കിടക്കുമ്പോൾ ചിക്കൻ കഷ്ണം ഇട്ട് കൊടുക്കാവേ. നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചത് നമുക്ക് മതി. ചിക്കൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനകത്തോട്ട് ചിക്കൻ കഷ്ണങ്ങൾ അതിനകത്ത് കിടന്നൊന്ന് ഇതാവണം. ഒരു നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന ഇതുണ്ടല്ലോ, ഒന്നാന്നറിയാമോ, കോൺഫ്ലവർ. അതൊരു കോൺഫ്ലവർ ഇട്ടുകൊടുക്കുന്ന ആവശ്യമുണ്ടെങ്കിൽ ഒരു നല്ലൊരു തിളക്കവും കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചിക്കനാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോയാ സോസ് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കാം. സ്വല്പം കുരുമുളക് പൊടി ഇടണം അതിനകത്തേക്ക്. സ്വല്പം ഇട്ടാൽ മതി. സ്വല്പം കുരുമുളക് പൊടി, ഒരു നുള്ളു പഞ്ചസാര, നുള്ളു പഞ്ചസാര കൂടി ഇതിനകത്തേക്ക് ഇടണം. അധികം വേണ്ട, ഒന്നുണ്ട്. ഇതിൽ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടുക. ചാറ് വേണ്ടവർക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം കേട്ടോ. ഞാനിപ്പോൾ ചാറോടുകൂടിയല്ല എടുക്കുന്നത്, കുറച്ചൊരു തിക്നെസ്സോടുകൂടിയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ മറ്റേ ലീഫില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയിലയാണ് ഇടുന്നത് കേട്ടോ. അതിനകത്ത് മല്ലിയില ഉള്ളിയുടെ ഇതില്ലേ, അതിൻ്റെ തണ്ടൊക്കെ ശരിക്കും ഇടണം. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് അതൊന്നും ഇട്ടില്ല. അങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് ചോദിച്ചപ്പോൾ അവിടെ ഇല്ലായിരുന്നു ഈ സംഭവം. ഇതിൻ്റെയും ഫ്രൈഡ് റൈസിൻ്റെയും ചില്ലി ചിക്കൻ്റെയും ലാസ്റ്റ് സ്റ്റേജാണത്.